ഏകവും പരിശുദ്ധവും സ്നേഹവും സാത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീശുമാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ശമാശന്മാർ, സന്യാസിമാർ എന്നിവർക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ എന്നിവർക്കു വേണ്ടിയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കൾക്കു വേണ്ടിയും നമുക്കിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരുടെയും ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പ്രവാചകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിൽ അവരെ മുടിധരിപ്പിക്കുവാനിരിക്കുന്ന ദൈവം അവരോടുകൂടെ നമുക്കും നല്ല ശരണവും സ്വർഗത്തിൽ പങ്കാളിത്തവും ജീവനും അവകാശവും നൽകുമാറാകട്ടെ. പ്രിയ സഹോദരരെ, പൗത്രീകരണത്തിൻ്റെ ഉറവിടമായി തീരുവാനുള്ള ബലിപീഠത്തിൻ്റെ കൂദാശ കർമ്മത്തിനൊരുക്കമായി കാർമ്മികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവമേ, അങ്ങ് മനുഷ്യനിർമ്മിതങ്ങളായ ആലയങ്ങൾക്കോ ആകാശങ്ങൾക്കോ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധം അപരിമേയനും അഗ്രാഹ്യനുമാകുന്നു. എങ്കിലും ബലഹീനരായ ഞങ്ങളുടെ സംരക്ഷണത്തിനായി ഭൂമിയിൽ അങ്ങ് ഈ ഭവനം ഞങ്ങൾക്ക് നൽകി. കരവേലയില്ലാത്തതും വലുതും പൂർണ്ണവുമായ ഭവനം അങ്ങ് സ്വർഗത്തിൽ ഞങ്ങൾക്കായി സജ്ജമാക്കുകയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹാ എല്ലാവർക്കും മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങയുടെ ബഹുമാനത്തിലുള്ള ശുശ്രൂഷയ്ക്കായി വീട് ധരിക്കപ്പെടുന്ന ആലയങ്ങളിൽ വസിക്കുന്നതിന് കൃപാപൂർവം തിരുമനസ്സായി കർത്താവെ, ഞങ്ങളിപ്പോൾ കർത്താവായ നിന്നോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. മോശ വഴി ആദ്യ കൂടാരത്തെ അങ്ങ് വേർതിരിക്കുകയും സ്ലേമാൻ വഴി സയ്യോനിലെ ആലയത്തെ സജ്ജമാക്കുകയും എന്നെ അനുഗ്രഹീതമായ സഭയെ വിശുദ്ധീകരിക്കുകയും ചെയ്തതുപോലെ അങ്ങയുടെ ബഹുമാനത്തിനായി പണിയപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തെയും വേർതിരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഈ മനോഹരമായ സ്ഥലം നിന്റെ വാസസ്ഥലമായി തീരട്ടെ. അങ്ങയുടെ സുചിരവും പരിശുദ്ധവും ജീവിതായകവുമായ രഹസ്യങ്ങൾ ഇവിടെ പരികർമ്മം ചെയ്യപ്പെടട്ടെ. നിർമ്മല മനസാക്ഷിയോടും ശുദ്ധ വിചാരങ്ങളോടും കൂടെ അവ അനുഷ്ഠിക്കുന്നവർക്ക് കടങ്ങളുടെ പൊറുതി ലഭിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ആരാധനയും പുകഴ്ചയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിന്യായവും യുക്തവുമാകുന്നു. ത്രിത്വൈക ദൈവത്തിന്റെ പൂർണ്ണമായ കടന്നുവരൽ സംഭവിക്കുന്ന തുടർന്നു വരുന്ന ഗഗന്താ പ്രാർത്ഥനകളിൽ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾക്കായി കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ പ്രാർത്ഥിക്കാം. റൂഹായെ, നീ ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തൈലത്തെ ആശീർവദിക്കുകയും കുർബാന പീഠത്തെയും പള്ളിയെയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന്
അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ കാനോന ചൊല്ലി പള്ളിയെയും ത്രോണോസിനെയും വിശുദ്ധീകരിക്കാനുള്ള തൈലത്തിൽ വലതു കൈയുടെ തള്ളവിരൽ മുക്കി അഭിമന്യ പിതാവ് സ്ലീവായുടെ അടയാളത്താൽ റൂഷ്മ ചെയ്യുന്നു. അതിനുശേഷം ത്രിയേക ദൈവത്തെ സൂചിപ്പിച്ചുകൊണ്ട് വലതു കൈയുടെ 3 വിരലുകൾ തൈലത്തിൽ മുക്കി ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന കുർബാനപീഠത്തിൻ്റെ മധ്യഭാഗത്തെ ശ്രീവായുടെ ആകൃതിയിൽ റൂഷ്മ ചെയ്യുന്നു. ഇപ്പോൾ ത്രിത്വൈക നാമത്തിൽ അഭിമന്യ പിതാവ് കുർബാനപീഠത്തെ മുഴുവൻ തൈലത്താൽ അഭിഷേകം ചെയ്യുന്നു. റൂഹാദ കുശായുടെ ആവാസത്തിനും വിശുദ്ധീകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തിരുമുമ്പിൽ പ്രാർത്ഥന നിരതരായിരിക്കാം. In the continuing prayer for the complete descending of the Trinitarian God, by saying the Kahanda prayer, the Bishop prays for the gifts of the Holy Spirit. Let us all pray with utmost devotion and attention. Holy Spirit, come down from your heavenly abode and bless this anointing oil and purify the sacrificial altar and the church. After this prayer, the Bishop, in continuation, raises the voice and says the Kanona. The Bishop dips his right thumb in the holy oil, makes the sign of the cross, anoints the altar, and later dips the 3 fingers representing the Trinitarian God in the middle section of the altar where the sacrificial rituals take place with the sign of the cross. Now, the Bishop anoints the complete altar with the holy oil and gives thanks to the Holy Spirit for its descent and presence in our midst, and asks the congregation to be present with a prayerful and thankful heart. ദൈവമേ കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ നാമത്തിലും അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ നാമത്തിലും ജീവിക്കുന്നവനും ജീവദായകനുമായ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. എൻ്റെ നാമം സ്മരിക്കുന്ന എല്ലായിടത്തും നിന്റെ പക്കൽ വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് അങ്ങയുടെ പ്രബോധനവും വാഗ്ദാനവും അനുസരിച്ച് എൻ്റെ കർത്താവ് ഇപ്പോൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന എളിയവരായ ഞങ്ങളിലും അങ്ങയുടെ ആ വാഗ്ദാനം പൂർത്തീകരിക്കണമേ. ഞങ്ങളുടെ പക്കലേക്ക് കാരുണ്യപൂർവ്വം എഴുന്നള്ളി വന്ന ഈ ദേവാലയത്തെ അങ്ങയുടെ കൃപയാൽ ആശീർവദിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ ഇതിനെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇതിന്മേൽ ആവസിക്കട്ടെ. അങ്ങയുടെ ദൈവമഹത്വം ഇതിൽ വാസം ഉറപ്പിക്കട്ടെ. അങ്ങയുടെ കർത്തൃത്വം ഇതിൽ ബഹുമാനിക്കപ്പെടട്ടെ. അങ്ങയുടെ കൃപ ഇതിൽ വിശ്രമം കൊള്ളട്ടെ. അങ്ങയുടെ ദാസന്മാരുടെയും ദാസികളുടെയും ഓർമ്മയ്ക്കായി ഇതിൽ അർപ്പിക്കപ്പെടുന്ന കാഴ്ചകളും ബലികളും അങ്ങയുടെ ദാസരുടെ കൃപയ്ക്കും നാഥനായ അങ്ങയുടെ സന്തോഷത്തിനും ദൈവമായ അങ്ങയുടെ സംപ്രീതിക്കും ഉപകരിക്കട്ടെ. അങ്ങയുടെ ദാസന്മാരായ വാനവാരൂപികളോടും അങ്ങയെ പ്രകീർത്തിക്കുന്ന ശ്രാപ്പയന്മാരുടെ ഗണങ്ങളോടും അങ്ങയുടെ ദാസന്മാരായ പരിശുദ്ധ മലാഖമാരോടും കൂടി ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കും. മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. അവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ ജീവന്റെ നിക്ഷേപാലയവും സഹായങ്ങളുടെ ഉറവയും കാരുണ്യത്തിൻ്റെ മഹാസമുദ്രവും
അപരിമേയമായ നന്മകളുടെ ആഴവും നീയാകുന്നു. നിന്റെ കൃപാദാനങ്ങളും അവയുടെ ഫലങ്ങളും സമൃദ്ധമാകുന്നു. നിന്റെ മഹനീയവും വിശുദ്ധവുമായ തിരുനാളുകൾ ആനന്ദദായകമാകുന്നു. എൻ്റെ കർത്താവേ, നിന്റെ അളവറ്റ സമ്പന്നതയ്ക്കനുസൃതം നിന്റെ വിശുദ്ധ സഭയിൽ അത്ഭുതങ്ങൾ വർദ്ധിപ്പിച്ച് നിന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ നിന്റെ മാധുര്യപൂർണമായ സ്നേഹം നീ വർഷിച്ചു. സ്വർഗീയ സഭയുടെ സാദൃശ്യത്തിൽ ഭൗമിക സഭയെ സ്ഥാപിക്കുകയും അതിനെ സൗന്ദര്യവും ശോഭയും മഹത്വവും കൊണ്ട് നിറയ്ക്കുകയും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാക്കുകയും ചെയ്തു. ആരാധ്യനായ നാഥ, വിശുദ്ധന്മാരോടൊരുമിച്ച് സഭയിൽ നിന്നെ സ്തുതിക്കുവാൻ നീ കൃപാപൂർവ്വം ഞങ്ങളെ യോഗ്യരാക്കി. നിന്നെ തീവ്രമായി സ്നേഹിക്കുകയും നിന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും നിന്റെ അപേക്ഷ നിറവേറ്റുകയും ചെയ്ത അനുഗ്രഹീത സ്ത്രീഹന്മാരുടെ വിശ്വാസമാകുന്ന പാറമേൽ നിന്റെ സഭയുടെ അടിസ്ഥാനം ഉറപ്പിച്ചു. നരകവാതിൽ അതിനെതിരായി പ്രബലപ്പെടുകയില്ലെന്ന് ദൃഢമായി വാഗ്ദാനം ചെയ്തു. നിന്റെ വാഗ്ദാനവും തെറ്റാത്ത വാക്കും അനുസരിച്ച് നിന്റെ കബറിടത്തിൻ്റെ സാദൃശ്യത്തിൽ പാപമോചകമായ ബലിപീഠം നീ അതിൽ സ്ഥാപിച്ചു. നിന്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങളെ വെളിവാക്കുന്ന നിന്റെ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങൾ അതിന്മേൽ അർപ്പിക്കപ്പെടുന്നു. അതുവഴി ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കപ്പെടാനും പാപങ്ങൾ മോചിക്കപ്പെടാനും ഇടയാകട്ടെ. കർത്താവേ, നിന്നിൽ നിന്ന് ശക്തിയാലും പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയാലും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്താലും ഭീതിജനകവും ദൈവികമായ ഈ തൈല വിശുദ്ധീകരണ ശുശ്രൂഷയെ ഞങ്ങളുടെ കാര്യങ്ങൾ വഴി പൂർണ്ണമാക്കണമേ. ഇതുവഴി ഞങ്ങൾ പരിപൂർണ വിശുദ്ധി പ്രാപിക്കട്ടെ. പാപമോചനത്തിനായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ബലിപീഠം ഈ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങനെ മർത്യരായ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി സുത്യർഹവും പരിശുദ്ധമായ നിന്റെ രഹസ്യങ്ങളുടെ ബലി വിശുദ്ധമായും നിർമ്മലമായും യോജ്യമായും അർപ്പിക്കപ്പെടട്ടെ. നിനക്കും നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് ചെന്ന അനന്തകാരുണ്യത്തിനും ജീവിക്കുന്നവനും പരിശുദ്ധനും ജീവദായകനുമായ റുവായ്ക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുന്ന സ്വർഗീയ നിശ്ചയപാലയമേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. കണ്ണുകൾ താഴ്ത്തി കൈകൾ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കർത്താവേ, മനുഷ്യരുടെ സഹായത്തിനും രക്ഷയ്ക്കും പര്യാപ്തവും ഉപകാരപ്രദവുമായ സകലവും എല്ലാ തലമുറകളിലും അങ്ങ് നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പൂർവകാലങ്ങളിൽ തൈലാഭിഷേകം വഴി ഭൗമിക രാജ്യാധികാരത്തിൻ്റെ പൂർണ്ണതയും താൽക്കാലിക പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയും അങ്ങ് കനിഞ്ഞു നൽകി. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി അങ്ങ് തിരഞ്ഞെടുത്ത വിശുദ്ധ സ്ത്രീഹന്മാർക്ക് വിശ്വാസികളുടെ ആന്തരിക രൂപവൽക്കരണത്തിനും എല്ലാ മനുഷ്യരുടെയും ജീവനും ശക്തിക്കും ആശ്വാസത്തിനുമായി രോഗശാന്തിയുടെ വരവും ദൈവിക ശക്തിയും നൽകി. അവർ തങ്ങളുടെ പ്രബോധനം വഴി നിത്യരാജ്യത്തിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തതിൻ്റെ കർത്താവേ, ദുർഭകരും നിസ്സാരരും ബലഹീനരുമായി ഈ ദാസർ അങ്ങയുടെ ഗതാഗതന്റെ കൃപാവരത്താൽ പ്രത്യാശാപൂർവം അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്മാർക്ക് അങ്ങ് ശക്തി നൽകുകയും അവർ ഈ ആലയം അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ മഹത്വത്തിനായി നിർമ്മിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്തിരുമല്ലോ. അങ്ങയുടെ ദാസനായ മൂശ നിർമ്മിച്ച കൂടാരത്തിൽ അങ്ങ് വാസമുറപ്പിച്ചതുപോലെ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെയും സ്ഥാപിക്കണമേ. ദിവ്യരഹസ്യങ്ങൾ നിറഞ്ഞ ഭോജനശാലയെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുടെ കൃപയാൽ അങ്ങ് നിറച്ചതുപോലെ ഇതിനെയും നിറയ്ക്കുകയും അങ്ങയുടെ കാരുണ്യത്താൽ വേർതിരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അത് പീഡിതരുടെ ആത്മാക്കൾക്ക് ആശ്വാസത്തിനും ദുഃഖിതർക്ക് സങ്കേതത്തിനും എല്ലാ മനുഷ്യരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും പൊറുതിക്കും കാരണമാകട്ടെ. അങ്ങയുടെ രാജ്യവും മഹനീയവും പരിശുദ്ധവുമായ നാമത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഈ ആലയത്തിൽ ഞങ്ങൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യട്ടെ. ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ തൈലത്തെ കൃപാപൂർവം ആശീർവദിക്കുകയും കാരുണ്യപൂർവ്വം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വിശുദ്ധീകരിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി ഈ ബലിപീഠവും നിന്റെ തിരുനാമസ്തുതിക്കായി ഈ ആലയവും ഇതുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. നിർമ്മലമായും വിശുദ്ധമായും നിന്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഞങ്ങളെല്ലാവരെയും കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. സ്വർഗീയ സൈന്യങ്ങളോടൊത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ബലിപീഠത്തിൻ്റെയും ഈ ആലയത്തിൻ്റെയും ആശീർവാദത്തിനും വിശുദ്ധീകരണത്തിനുമായി സജീവവും ജീവിതായകവുമായ ശ്രീവായുടെ അടയാളത്താൽ ഈ തൈലം ഋഷി ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനും ഈ ബലിപീഠം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിൻ്റെ നാമത്തിൽ റൂഷ്മ ചെയ്യപ്പെടുകയും പുത്രൻ്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ദൈവാലയത്തിൻ്റെ കിഴക്കേ ചുവരിലെയും വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും ദൈവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ വലതുവശത്തെ ചുവരിനെയും വിശുദ്ധ ശ്ലീവായെയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട അപ്പവും വീഞ്ഞും ഒരുക്കി വയ്ക്കുന്ന സ്ഥലങ്ങളായ ബേസ്കസാകൾ, സ്വർഗരാജ്യത്തിനായി ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കുന്നിടമായ ബേസ് മാമോദീസ അഥവാ മാമോദീസ തൊട്ടി എന്നിവയും മറ്റും ക്രമമായി ആദ്യം ഓരോന്നിൻ്റെ ദൗത്യം വ്യക്തമാക്കിക്കൊണ്ടും പിന്നീട് ത്രിത്വൈക നാമത്തിലും തൈലം പൂശിക്കൊണ്ട് ശ്രീവായുടെ അടയാളത്താൽ റൂഷ്മ ചെയ്യുന്നു. ഓരോ ആശീർവാദ പ്രാർത്ഥനയുടെയും അർത്ഥം ഗ്രഹിച്ച് ആമേൻ ഉച്ചസ്വരത്തിൽ ചൊല്ലിക്കൊണ്ട് ദൈവജനം ഈ ആശീർവാദത്തിന് നന്ദി പറഞ്ഞ് അതിൽ പങ്കാളികളാകുന്നു. ഇപ്പോൾ അഭിവന്യ പിതാവ് ദൈവാലയത്തിൻ്റെ വലതുഭാഗത്തെ ഇടതുഭാഗത്തെ പ്രധാന കവാടത്തിൻ്റെ വലതുഭാഗത്തെ ചുവരിലെ ശ്രീവായെ പരിശുദ്ധ റീത്വത്തിൻ്റെ നാമത്തിൽ തൈലം പൂശി റൂഷ്മ ചെയ്യുന്നു. Then the bishop anoints with the holy oil by making the sign of the cross on the east wall, right, left walls, and the cross besides the main entry. Next, he anoints the sacred place where the bread and wine is kept, ready for the mass called the Beskasas. Then the baptismal font where the children of eternal life is born. All this is done in a sequence. The congregation responds loudly with the word Amen after each prayer and blessing in unity and thanksgiving. After this, the bishop anoints the cross on the right side, then the main door and the side doors of left and right side with the holy oil by making the sign of the cross. Now the bishop anoints the side tables of both sides where the host and the wine is kept, ready for the mass called the Beskasas with the sign of the cross. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റൂഷ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ സംരക്ഷണത്തിനും സർവശക്തനായ കർത്താവിൻ്റെ നാമത്തിനുമായി നാമമഹത്വത്തിനുമായി ബേസ്കസ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നേക്കും. പിതാവിൻ്റെ നാമത്തിൽ റൂഷണം ചെയ്യപ്പെടുകയും പുത്രൻ്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും.
പരിശുദ്ധമായ ദിവരസ്യങ്ങളുടെ പരികർമ്മത്തിന് ആരാധകരുടെ പ്രവേശനത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി പ്രവേശന കവാടം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റോഷപ്പ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റോഷപ്പ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ഇപ്പോൾ അഭിമന്യ പിതാവ് ദൈവാലയത്തിൻ്റെ മധുബഹയുടെ ഇരുവശങ്ങളിലുമായി വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പവും വീഞ്ഞും ഒരുക്കുന്ന നിക്ഷേപാലയം എന്നർത്ഥം വരുന്ന ബേസ്ഗസാകളെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ തൈലം പൂശി റൂഷ്മ ചെയ്യുന്നു. Now the bishop anoints the side tables of both sides where the host and the wine is kept ready for the mass. പിതാവിന്റെ നാമത്തിൽ റൂഷ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റൂഷ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും.